വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിന് പിന്നാലെ സംഘർഷമുണ്ടായ ബംഗാളിലെ ഭാങ്കറിൽ 8 പേർ അറസ്റ്റിൽ. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. കലാപത്തിനു ശേഷം മുർഷിദാബാദിൽ 3-ാം ദിവസവും സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ രൂക്ഷമായ സംഘർഷമുണ്ടായ മുർഷിദാബാദ് സാധാരണ നിലയിലേക്ക് എത്തുന്നതിനിടെയാണ് ബാൻഗറിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘർഷത്തിൽ 5 ബൈക്കുകളും ഒരു പോലീസ് ജയിൽ വാനും തകർത്തു. ഒരു പോലീസ് വാൻ കത്തിച്ചു. നിരവധി കടകൾക്കും വീടുകൾക്കും നേരെ ആക്രമണമുണ്ടായി. ബാൻഗർ സംഘർഷത്തിൽ 8 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമാണെങ്കിലും സംഘർഷാവസ്ഥ തുടരുകയാണെന്ന് പോലീസ്. വെള്ളിയാഴ്ച സംഘർഷമുണ്ടായ മുർഷിദാബാദിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട 200-ലേറെ പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. ഇന്റർനെറ്റിന് ഏർപ്പെടുത്തിയ നിരോധനത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്റർനെറ്റ് നിരോധനം നീട്ടിയേക്കുമെന്നാണ് സൂചന. സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. 24 ഡൽഹി.